നമ്മളിപ്പോൾ ഒരു ഒരു വീട്ടിലേക്ക് പെയിന്റിങ് അടിക്കുമ്പോൾ പലപ്പോഴും എക്സ്റ്റീരിയർ പെയിന്റ് വരുമ്പോൾ ക്ലയന്റിന് ഇതിന്റെ ഷെയ്ഡിനെ കുറിച്ച് വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. കറക്റ്റ്. ഓക്കെ, Yes. അവര് 3D കണ്ടിരിക്കുന്ന അവരുടെ സ്വപ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. Yes. അപ്പം നമ്മൾ ഇതിനോട് ഏറ്റവും കൂടുതൽ അഡിയർ ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഫിനിഷ് സർഫസിൽ Yes. നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് കാർഡിൻ്റെ അനുസരിച്ച് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു 2-3 പെയിന്റ് നമ്മൾ വാളിൽ അടിച്ചിടും. കറക്റ്റ്. എനിക്ക് റീസെൻ്റ്ലി സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. സെലക്ട് ചെയ്ത പെയിന്റ് ക്ലയൻറ്റ് പകൽ വന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി ഒരു 4 ദിവസം കൊണ്ട് ഈ പരിപാടിയൊക്കെ തീർത്തു. 4 ദിവസമല്ല, കുറച്ച് ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ്ലി ഇത് പെയിന്റ് ചെയ്ത് തീർത്തു. ചെയ്ത് തീർത്ത് വന്നു കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു, ഞാൻ സെലക്ട് ചെയ്ത പെയിന്റ് ഇതല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങൾ സെലക്ട് ചെയ്ത പെയിന്റ് ഇതാണ്, അല്ലെ എനിക്ക് മറ്റേ പെയിന്റ് അടിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ ലാഭമുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഒരു ഐ മീൻ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അടിച്ച സാധനം ഇതിനോട് സൈഡിൽ അങ്ങ് അടിച്ചു വെച്ചു. ഓക്കെ. അപ്പോൾ ക്ലയൻറ്റ് കൺവിൻസ്ഡ് ആയി സെയിം സാധനമാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട് വരുന്നത്, ഒരു ക്ലയൻറ്റിന് എന്തുകൊണ്ടായിരിക്കാം ഏതോ ഒരു സമയത്ത് കണ്ട ഒരു ആ പെയിൻറ്റിൻ്റെ ഒരു വിഷ്വൽ ഒരു സാധനം ലാർജർ സർഫസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈമിലും വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഈ വേരിയേഷൻ ഉണ്ടോ ത്രൂ ഔട്ട്? അതിൻ്റെ ലൈറ്റിംഗ് കാരണം ഇത്രയധികം വ്യത്യാസം വരിക എന്നുള്ളത് ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ആ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് പരിഹരിക്കുക? ഇപ്പം നമ്മളൊരു കളറ് കാണുന്നത് നാച്ചുറൽ ഡേ ലൈറ്റ് ഉണ്ട്, കോൾഡ് വെതർ ഫ്രോസൺ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻകാൻഡസെൻ്റ് ലൈറ്റ് ഉണ്ട്. ഡിഫറെൻ്റ് ലൈറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഒരു കളറിൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റുക. ആ സമയത്ത് ആദ്യം കാണിച്ചപ്പോൾ ചിലപ്പോൾ ഡേ ലൈറ്റിലായിരിക്കും ആ കളർ കണ്ടിട്ടുണ്ടാവുക, പിന്നെ റൂമിനകത്തുള്ള ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു കളർ ഡിഫറൻസ് വരിക. അതായത് കളറ് ഓരോ ലൈറ്റിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും, അത് സത്യമാണ്. ചില കളറുകൾ മെറ്റാമറിക് കളേഴ്സ് ആണെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ ഫീൽ ചെയ്യും. മെറ്റാമറിക് കൈൻഡ് ഓഫ് കളേഴ്സിന് കൂടുതൽ മെറ്റാമറിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ലൈറ്റിൽ ഡിഫറെൻറ്റ് പെർഫോമൻസ് കാണിക്കുന്ന കളർ. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഡേ ലൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു കളറായിരിക്കും, ഇൻകാൻഡസെൻ്റ് ലൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ വേറൊരു കളറായിരിക്കും, CFL കോൾഡ് വെതർ ഫ്രോസൺ ലൈറ്റിൽ കണ്ട വേറൊരു കളറായിരിക്കും. അപ്പോൾ അതിനെ മെറ്റാമറിക് കളേഴ്സ് എന്ന് പറയും. ഈ കേസിൽ ഈ പർട്ടിക്കുലർ കളറ് നിങ്ങൾ ആദ്യം അടിച്ചത് ചിലപ്പോൾ ഈ കണ്ടത് ഡേ ലൈറ്റിലായിരിക്കാം, പിന്നെ കണ്ടത് റൂമിനകത്തുള്ള ലൈറ്റിലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഡിഫറൻസ് വരുന്നത്. ഞാനിപ്പോൾ എസ്പെഷ്യലി ടു ബി ഓൺ സേഫർ സൈഡ് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ കളർ കംപ്ലീറ്റ് ഹൈഡിങ് സർഫസിന് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ ഒരു കാരണം കൂടി ചിലപ്പോൾ ഇത് സംഭവിക്കാം. അതായത് അതിൻ്റെ അണ്ടർലൈങ് സർഫസിൽ വരുന്ന മാറ്റങ്ങൾ കാരണം പെയിന്റിന്റെ ഫൈനൽ ഫിനിഷിൽ വ്യത്യാസം വന്നിരിക്കും. കാരണം ഇപ്പോൾ നമ്മളൊരു പ്രൈമർ അടിച്ചു, അതിൻ്റെ മുകളിലാണ് 2 കോട്ട് ഇമൾഷൻ അടിക്കുന്നത്. ചിലപ്പോൾ ഈ 2 കോട്ട് ഇമൾഷൻ അടിച്ചത് പ്രോപ്പറായിട്ടുള്ള തിക്നെസ്സിൽ അത് പോയിട്ടില്ല എങ്കിൽ അണ്ടർനീത്ത് കളറായിരിക്കാം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പ്രൈമർ എല്ലാം തന്നെ വൈറ്റ് ആണ്, പക്ഷേ നമ്മൾ അടിക്കുന്ന കളറ് വളരെ ഒരു ഡാർക്ക് കളറാണെങ്കിൽ ചിലപ്പോൾ ആ വൈറ്റ് നമുക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് വേറൊരു ടോണായിരിക്കും. ആ കളർ ടോപ്പ് കോട്ടിൻ്റെ ട്രൂ കളർ കിട്ടി കാണില്ല നമുക്ക്. ഒരു ഡീപ്പർ ലെവൽ ഒരു ഇതിലോട്ട് പോയി. ശരിക്കും ഞാൻ അതിനൊരു സജഷൻ ഞാൻ പറയാം. ഇത് കാരണം എപ്പോഴും ഒരു ഇത് ശരിക്കും പറഞ്ഞൊരു കസ്റ്റമറിന് കറക്റ്റ് കളർ കിട്ടുകയും വേണം, നമ്മളെ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. ഇതിന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 20 ലിറ്റേഴ്സ് പെയിൻറ്റ് വാങ്ങി വന്നു, നമ്മൾ അടിച്ച് അതേ കളർ ടിൻറ്റ് ചെയ്ത് വന്നു. ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒരു മോറസ്റ്റ് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ടുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്സാണ് അതിലുള്ളത്. ശരിക്കും ഞാൻ പറഞ്ഞാൽ അതിൽ 1 കോട്ട് അപ്ലൈ ചെയ്യുക, 2 കോട്ട് അപ്ലൈ ചെയ്യുക. ഈ വൈറ്റും ബ്ലാക്കും കാണാത്ത രീതിയിൽ കവറായിരിക്കണം. ദെൻ ഇറ്റ് ഷോസ് ദ ട്രൂ കളർ. അതാണ് ട്രൂ കളർ. ഈ കളറായിരുന്നോ ഇതിൽ നിന്ന് ചെക്ക് ചെയ്യുക. ഈ നമ്മളൊരു കളർ കാർഡ് കണ്ടിട്ടാണ് കളർ ടിൻറ്റ് ചെയ്തെടുക്കുന്നത്. ആ ടിൻറ്റ് ചെയ്യുന്ന കളറിൽ ആ ട്രൂ കളർ കിട്ടിയിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് നമ്മുടെ കാര്യം. അതിന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാർട്ട് വിച്ച് ഈസ് അവൈലബിൾ. അപ്പം നമുക്ക് ഒരു ബ്ലാക്ക് സ്ട്രിപ്പ്, വൈറ്റ് സ്ട്രിപ്പ്, അങ്ങനെ ഓൾട്ടർനേറ്റ് സ്ട്രിപ്സ് വരുന്നതാണ് ഈ ചാർട്ട്, മോറസ്റ്റ് ചാർട്ട് എന്ന് പറഞ്ഞിട്ട്.
ഇതിൽ അപ്ലൈ ചെയ്യുക. 2 കോട്ട് അടിച്ചിട്ട് കംപ്ലീറ്റ് കവറിങ് വന്നു കഴിഞ്ഞാൽ ഡൺ. ദാറ്റ് ഈസ് എ ട്രൂ കളർ. യു ആർ ഗോട്ട് ദ റൈറ്റ് കളർ വിത്ത് യു. അത് ചുമരിലടിക്കുന്ന സമയത്ത് വിത്ത് കറക്റ്റ് വിസ്കോസിറ്റിയിൽ 2 കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കവറിങ് കിട്ടും. പക്ഷെ ചില കളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിൻറ്റിങ് സ്ട്രെങ്ത്ത് കുറവുള്ള കളേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കളർ സ്പെക്ട്രത്തിൽ ഒരുപാട് കളറുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എല്ലാം ഉണ്ട്. ചില കളേഴ്സിന് ടിൻറ്റിങ് സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറലി മാനുഫാക്ചറേഴ്സ് പറയും എ തേർഡ് ടോപ്പ് കോട്ട് മേ ബി റെക്കമെൻഡഡ് ടു ഗെറ്റ് ദ ട്രൂ കളർ എന്ന് പറഞ്ഞിട്ട്. ചിലത് 2 കോട്ടിൽ കിട്ടില്ല ചില കളേഴ്സ്. ഉണ്ടാവാറുണ്ട് ഈ 2 കോട്ട് അടിച്ചിട്ട് എത്താതെ. പറഞ്ഞ മോറസ് ചാർട്ട് നമ്മളതിൽ ബ്ലാക്ക് കളർ വരുവാണെങ്കിൽ ഈ വൈറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത കളറെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു ഇതനുസരിച്ച് ഈ മോറസ് ചാർട്ടിൽ നമ്മൾ ഈ 2 കോട്ട് ഇമൾഷൻ അടിച്ച് കഴിയുമ്പോഴേക്കും ഇത് കവർ ചെയ്ത് വന്നിട്ടുണ്ടാവണം അല്ലേ? പക്ഷെ ഇത് 2 എണ്ണം അടിച്ചും കവറായി വരുന്നില്ലാത്ത വിധം ലൈറ്റ് ആയിട്ടുള്ള ചില ഷെയ്ഡുകളിൽ സംഭവിക്കും. അതിപ്പോൾ ABC, XYZ ഏത് കമ്പനിയുടെ എടുത്താലും ആ പർട്ടിക്കുലർ കളറിനുള്ള ടിൻറ്റിങ് സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അങ്ങനെ കുറവ് വരുന്ന കേസിൽ നമ്മൾ ഒരു കോട്ട് കൂടി അടിക്കേണ്ടി വരും, എങ്കിലേ കിട്ടുള്ളൂ. അത് ഏത് കമ്പനിയുടെ ആയാലും ദർ ഈസ് നോ അതർ വേ. കാരണം വെച്ചാൽ അതിനാണ് ഞാൻ പറഞ്ഞ ഈ മോറസ്റ്റ് ചാർട്ടിൽ അടിച്ചു നോക്കാൻ പറഞ്ഞത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൾട്ടർനേറ്റ് സ്ട്രിപ്സാണ് അതിലുള്ളത്. അതിൽ കംപ്ലീറ്റ് ഹൈഡിങ് വന്ന ഒരു ബ്ലാക്ക് പോർഷനും വൈറ്റ് പോർഷനും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഡൺ, യു ആർ ത്രൂ വിത്ത് ദ കളർ. ആ കളർ കൃത്യമായിരിക്കും. അത് നമുക്ക് കാരണം അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പ്രൈമറിൻ്റെ റിഫ്ലക്ഷനാണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡിസ്പേർഷൻ ഇഷ്യൂ ആണോ, പെയിൻറ്റിൽ എന്തെങ്കിലും മിക്സിങ്ങിൻ്റെ ഇഷ്യൂ ആണോ, അങ്ങനെയൊക്കെ നമ്മൾ സംശയങ്ങൾക്ക് തന്നെയായിരിക്കും നമുക്ക് ഇത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് കറക്റ്റ് കളർ ആയിട്ടുണ്ടോ, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള കളർ കിട്ടിയോ. ഒരു സുപ്രധാനമായൊരു ചോദ്യം, നമ്മളിപ്പോൾ ഒരു പെയിന്റിന്റെ ക്യാൻ മേടിക്കുന്ന ഒരു 20 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നറിലാണ്. ഈ 20 ലിറ്റർ കണ്ടെയ്നർ നമ്മൾ കൊണ്ടുവരുന്നു. പല കേസിലും ഇതിലേക്ക് ഇവർ വെള്ളം ഒഴിക്കുന്നുണ്ട് അല്ലേ? ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് എന്തോ എക്സ്ട്രീം ഫോർമുലേഷനൊക്കെ കൊണ്ട് എവിടെയൊക്കെയോ മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവരുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിലേക്കാണ് തൊട്ടപ്പുറത്തെ കിണറിലൊരു വെള്ളം എടുത്ത് എത്രയോ ഏതോ ഒരു പെയിന്റർ ആഡ് ചെയ്യുന്നു. ഇത് എങ്ങനെയാ ഇതൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുക? നല്ല ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മളിതിന് മുൻപ് ഹയത്തിൽ വെച്ച് സംസാരിച്ചൊരു കാര്യമാണ്. ഐ സേ ഇറ്റ് അഗെയിൻ. നമ്മളിപ്പോൾ 10, 20, 26 തരം കെമിക്കൽസ് മിക്സ് ചെയ്യുന്നതാണ് പെയിൻറ്റ്. അത് ഒരു ഇമൾഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ലിക്വിഡ് പാർട്ടിക്കുലർ സസ്പെൻഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇമൾഷൻ എന്ന് തന്നെയുള്ള പേര് തന്നെ വരുന്നത്. ഇമൾഷനാണ് ഇത് സാധനം. ഈ ഇമൾഷൻ നമ്മൾ ഇത്രയും നല്ല റോ മെറ്റീരിയൽസ്, ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ആൻറ്റി ഫംഗൽ അഡിറ്റീവ്സ് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടിട്ടാണ് പെയിൻറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പെയിൻറ്റർ ഇത് അപ്ലൈ ചെയ്യുന്നിടത്ത് നമ്മുടെ ശ്രദ്ധ, അതായത് നമ്മളിന്നും ഈ ഇൻഡസ്ട്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധ കുറവ് വരുന്നൊരു ഭാഗമാണത്. ഇതിലേത് വെള്ളമാണ് ഒഴിക്കുന്നത്? ചിലർ ടാപ്പിലെ വെള്ളം എടുത്ത് ഒഴിക്കും, അതിൽ ക്ലോറിൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ചിലർ കിണറ്റിലെ വെള്ളം കോരി ഒഴിക്കും, ചിലപ്പോൾ അയൺ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ചിലർ കെട്ടി നിന്നിട്ടുള്ള വെള്ളം ഏതെങ്കിലും ലിക്വിഡായിട്ട് വെള്ളം കിട്ടുന്ന എന്തെങ്കിലും ഒഴിച്ച് മിക്സ് ചെയ്താൽ പിന്നെ വൈറ്റേ കാണുള്ളൂ, വേറൊന്നും കാണില്ല. ഈ സാധനം എടുത്താണ് നമ്മൾ അടിച്ചു വിടുന്നത്. നാച്ചുറലി എന്താ സംഭവിക്കുന്നത്? ഇത്രയും നല്ല പെയിൻറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിലെന്തോ ഒഴിക്കണമെന്നൊരു കൺട്രോൾ ഇല്ലെന്ന് എന്ത് തരം വെള്ളം എടുത്ത് ഒഴിച്ചിട്ടാണ്. ചിലയിടത്തൊക്കെ എനിക്ക് തന്നെ അറിവുണ്ട്. നമ്മുടെ ഫാക്ടറി മുംബൈയിലാണ്. അവിടുന്ന് രാജസ്ഥാനിലേക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് അവിടെ ഈ ചാമ്പി, ഇങ്ങനെ പൈപ്പ് ചാമ്പി എടുക്കുന്ന ആ വെള്ളം എടുത്തിട്ടാണ് പെയിൻറ്റിൽ ഒഴിക്കുന്നത്. അത് തന്നെ ഓൾറെഡി ഒരു ബ്രൗണിഷ് കളറാണ് ആ വെള്ളം. അത് പെയിൻറ്റിൽ ഒഴിച്ചാൽ പിന്നെ കാണാനും പറ്റില്ല. മിക്സ് ചെയ്ത് അടിക്കുന്നു, പെയിൻറ്റിൽ കംപ്ലയിൻറ്റ് വരുന്നു. അപ്പോൾ എസ്പെഷ്യലി കോസ്റ്റൽ ഇത്ര ഏരിയ ഉള്ള നമ്മൾ എന്തൊക്കെ തരം വെള്ളയിൽ ഒഴിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ളൊരു പ്രവണതയല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം രാത്രി പിടിച്ചു വയ്ക്കുക, എടുത്തു വയ്ക്കുക. കാലത്ത് ആ ബക്കറ്റിലെ വെള്ളം ചെരിച്ച് കളഞ്ഞിട്ട് നമ്മൾ കൈ സൈഡിൽ കൂടെ ഒഴിച്ചൊരു വഴുവഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓൾറെഡി ഫംഗൽ ആക്ടിവിറ്റി അതിൽ തുടങ്ങിക്കഴിഞ്ഞു. ആ വെള്ളമാണ് നമ്മൾ പെയിൻറ്റിൽ കൊണ്ട് ഒഴിക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര നല്ല പെയിൻ്റ് ആയാലും നമ്മൾ ഓൾറെഡി ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റില്ല. ശരിക്കും ഇതിനൊരു പെയിൻറ്റ് ഡൈലുവൻ്റ് എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഞാനത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല.
ദാറ്റ് വിൽ ബി എ ഗുഡ് സൊല്യൂഷൻ ടു ഇറ്റ്. ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇല്ല, ഇന്ന് നോക്ക്, നമ്മൾ ക്വാളിറ്റീനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നത്. അതായത് നമ്മൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫ്ലാഗാണ് അവർ ക്യാരി ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞ 5 കൊല്ലം 7 കൊല്ലം നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത്. കാണുന്നത് അങ്ങനെയില്ല, പലതരം വെള്ളങ്ങളാണ് ആളുകൾ ഒഴിക്കുന്നത്. പക്ഷെ അതിനൊരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണം. അതുണ്ടാവും, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സൊല്യൂഷൻ. പക്ഷെ അത് എനിക്ക് കുറച്ച് സമയം കൂടി വേണം അത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാനായിട്ട്. എന്നാലും ഞാൻ പറയുന്നതനുസരിച്ച് ഇപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ മിനറലൈസ്ഡ് വാട്ടർ, നമ്മളിപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ, യെസ്, യൂസ് ദാറ്റ് വാട്ടർ, ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും. ഞാൻ ഒരു പെയിൻറ്റ് ഡൈലുവൻ്റ് എൻ്റെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിലുണ്ട്, വിച്ച് ഈസ് ഹാവിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫ്ലോ അഡിറ്റീവ്സും ആൻറ്റി ഫംഗൽ അഡിറ്റീവ്സും ഒക്കെയുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ ഞാനത് മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം എന്നെ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ ക്വാളിറ്റി നിലനിന്ന് കാണണമെന്നുള്ള ആഗ്രഹമാണ് തന്നെയാണ് ഞാനത് ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്, ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തതും. ഇന്ന് രാജസ്ഥാനിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം പോകുന്നുണ്ട്, പെയിൻറ്റ് ഡൈലുവൻ്റ് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. കാരണം ഇത് മാത്രമേ പെയിൻറ്റിൽ ചേർക്കാവൂ, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. കാരണം നമ്മൾ നല്ല പെയിൻറ്റ് കൊടുത്തിട്ട് മോശമായ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പെട്ടുപോകും, പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ബ്രാൻഡ്സ്, ഈ 5 ഇയേഴ്സും 7 ഇയേഴ്സും 10 ഇയേഴ്സും ഒക്കെ ഗ്യാരണ്ടി തരുന്ന ഈ ബ്രാൻഡുകൾ, അവരെങ്ങനെ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ഈ പ്രശ്നമില്ലല്ലോ എന്നല്ലേ ചിന്തിക്കും. എന്നോട് ചോദിച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, 30 കൊല്ലമായി പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രോസസ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമുക്ക് അങ്ങനെ വി കനോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. നമ്മളൊരു കാര്യം അങ്ങനെ നന്നാവും എന്ന് മാത്രം ചിന്തിച്ചാൽ ശരിയാവില്ല. ഐഡിയലി സ്പീക്കിംഗ്, ഫുൾ പ്രൂഫ് സിസ്റ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്തേ പറ്റൂ. കാരണം മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ കാണുന്ന എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ കാണുന്നത്, വി ഷുഡ് ഹാവ് ഡിസ്റ്റിൽഡ് വാട്ടർ, ഈ മിനറൽ വാട്ടർ നമ്മൾ യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ അതിനുള്ള അഡിറ്റീവ് എൻ്റെ പ്രോസസ്സിലുണ്ട്, എൻ്റെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിലുണ്ട്. ഒരു പെയിൻറ്റിനകത്ത് ഇൻക്യാൻ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഫിലിം പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഈ വരുന്ന ഫംഗൽ കാര്യങ്ങളൊക്കെ അത് കില്ല് ചെയ്യും. പക്ഷേ അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം, അതാണ് അതിൻ്റെ ഒരു ഇതിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഇന്ന് മാനേജ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലാതെ മാനേജ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് എക്സ്ട്രീംലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ചാമ്പ് ചെയ്ത് എടുക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഗ്രൗണ്ട് വാട്ടർ, അതൊക്കെ ചില ഭയങ്കര ബ്രൗണിഷ് കളറൊക്കെ വെള്ളമൊക്കെ ആണെങ്കിൽ അതിൽ അയൺ കണ്ടൻറ്റൊക്കെ കൂടുതലുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്യണം നമ്മൾ. അല്ലാതെ നോർമൽ ലെവലിൽ വരുന്ന വാട്ടർ നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊരു ഐഡിയൽ സിറ്റുവേഷനാണ് പവൻ, ജസ്റ്റ് ഹാവ് എ ബെസ്റ്റ് കേസ് സിനാരിയോ. നമ്മൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ, നമ്മൾ ഇത്രയും അധ്വാനിച്ച് ഇത്രയും നല്ലൊരു ഫോമുലേഷനിലൊരു പ്രോഡക്റ്റ് കൊടുത്തിരുമ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് അടിക്കണം. കാരണം അത് നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്ത് നിൽക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. ചില കേസസിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എഫക്റ്റ് ചെയ്യാറുണ്ട്. പ്രാക്ടിക്കലി ഇത് നമുക്ക് പിന്നെ ഒബ്വിയസ്ലി ഇത് നമ്മളായിരിക്കില്ല ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ആലോചിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലി ഇത് ഇപ്പോൾ ഒരു 20 ലിറ്റേഴ്സ് ക്യാനിലോട്ട് എത്ര ലിറ്റർ വെള്ളം ഒഴിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ഓൾറെഡി വെള്ളം ഒഴിച്ച് എത്തിച്ചുകൂടെ? ശരിക്കും യൂറോപ്പിലൊക്കെ സപ്ലൈ വിസ്കോസിറ്റിയിൽ, അപ്ലിക്കേഷൻ വിസ്കോസിറ്റിയിലാണ് സപ്ലൈ ആൻഡ് അപ്ലൈ സെയിം വിസ്കോസിറ്റിയാണ്. എന്നുവെച്ചാൽ നേരെ നമ്മൾ എടുക്കുന്നു, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, റോളറോ അല്ലെങ്കിൽ ബ്രഷോ എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. ഈ ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പലപ്പോഴും യൂട്യൂബ് വീഡിയോസിലൊക്കെ ആൾക്കാർ, യൂറോപ്യൻസ്, വെസ്റ്റേണേഴ്സ് എസ്പെഷ്യലി, വീടൊക്കെ പണിത് കഴിയുമ്പോൾ ഞാൻ കാണുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഈ ക്യാൻ തുറക്കുന്നു, പെയിൻ്റ് എടുക്കുന്ന പണി. എക്സാക്ട്ലി. യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ വിസ്കോസിറ്റിയിലാണ് സപ്ലൈ ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അതേ ലെവലിൽ, കാരണം ടു അവോയ്ഡ് ഓൾ ദീസ് കണ്ടാമിനേഷൻസ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് എ ചാൻസ് ഓഫ് സസ്പീഷനാണ്. കാരണം ഇത് കറക്റ്റായിട്ടാണോ പോയെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത, നമ്മുടെ കയ്യിലുള്ള കാര്യത്തിനെ നമുക്ക് ഉറപ്പുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് സപ്ലൈ ആപ്ലിക്കേഷൻ വിസ്കോസിറ്റിയിലാണ് അവിടെ സപ്ലൈ ചെയ്യുക. പക്ഷേ ഇവിടുത്തെ ഒരു ട്രെൻഡും ഇവിടെ
പെയിൻറ്റേഴ്സ് അല്ലെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള എല്ലാവരുടെ ഒരു പെർസെപ്ഷൻ ഓഫ് മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ടിയുള്ള പെയിൻറ്റ് കിട്ടി, വെള്ളം കൂടുതൽ ഒഴിക്കാൻ പറ്റി, കൂടുതൽ കവറേജ് കിട്ടി, കൂടുതൽ ഏരിയ പെയിൻറ്റ് ചെയ്യേണ്ട കൂടുതൽ മെറ്റീരിയൽ കിട്ടിയെന്നൊരു കൺസെപ്റ്റാണ്. ശരിക്കും അത് കറക്റ്റല്ല. എന്നിരുന്നാലും ആ ഒരു സൈക്കോളജിക്കലി വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ വിസ്കോസിറ്റിയിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. താങ്കൾ പറയുന്നത് ഒരു പെയിൻറ്ററിൻ്റെ നാച്ചുറൽ പ്രവണത എന്ന് പറയുന്നത് ക്യാൻ തുറന്ന് അതിലേക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. നമുക്കത് പറഞ്ഞ് ഇല്ല, അല്ലെങ്കിൽ ആ മേടിക്കുന്നവരോടോ കോൺട്രാക്ടറോടോ എന്നെ പോലെയുള്ളവരോടോ ഇത് എൻ്റെ ആവശ്യമില്ല, വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, നേരെ അങ്ങ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല എന്നുള്ളതാണോ അതിൻ്റെ ഒരു ഇതോ, അതോ വേറെ എന്തെങ്കിലും എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ ഇതിൻ്റെ, ലോജിസ്റ്റിക്കലിയോ അങ്ങനെ എന്തെങ്കിലും? എക്കണോമി റിലേറ്റഡുള്ള ഫാക്ടേഴ്സ് വളരെ കുറവാണിതിൽ. ഇത് ആ ഒരു സൈക്കോളജിക്കലി നമുക്ക് തോന്നുന്നൊരു ഫീലാണ് കൂടുതൽ. പെയിൻറ്റിന് കട്ടി കൂട്ടാൻ വലിയ പാടൊന്നുമില്ല. കുറച്ച് തിക്കനർ ആഡ് ചെയ്ത് പെയിൻറ്റ് ഭയങ്കര കട്ടിയാവും. ആ കട്ടി കൂടിയ പെയിൻറ്റിൻ്റെ അർത്ഥം ഒരുപാട് കവറേജ് കിട്ടുന്ന പെയിൻറ്റ് എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രവണത, ഞാനിപ്പോൾ യൂറോപ്പിലുള്ള സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ വിസ്കോസിറ്റിയിലാണ് സപ്ലൈ ചെയ്യുക പെയിൻറ്റ്. ഇറ്റ്സ് ഓക്കെ, പീപ്പിൾ നോ അബൌട്ട് ഇറ്റ്. എടുക്കുക, പെയിൻറ്റ് അടിക്കുക, ഫിനിഷ്. ഇവിടെ ആളുകൾ നോക്കിച്ചാൽ പെയിൻറ്റ് ഒന്ന് അനക്കിയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കട്ടി നോക്കിയിട്ടാണ് ഇറ്റ്സ് എ ഗുഡ് പെയിൻറ്റ് എന്നൊരു ഫീൽ വരുന്നത് അങ്ങനെയാണ്. കൂടുമ്പോൾ ഇച്ചിരി നല്ലതാണെന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിങ്കിങ്, തൈരും വെണ്ണയും ഒക്കെ പോലെ. അപ്പോൾ നാച്ചുറലി അത് ഇപ്പോൾ അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അടിക്കുമ്പോൾ കുറച്ചുകൂടി ഓക്കെ, യെസ് വി ഗോട്ട് മോർ പെയിൻറ്റ്, കൂടുതൽ പെയിൻറ്റ് കിട്ടി, കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റി. ശരിക്കും പെയിൻറ്റിന് കവറേജ് കൂടുതൽ തരുന്നത് കട്ടിയല്ല, ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കവറേജ് കൂടുതൽ നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതങ്ങനെയാണ്. ശരിക്കും ആപ്ലിക്കേഷൻ വിസ്കോസിറ്റിയാണ് സപ്ലൈക്ക് നല്ലത്. അതാണെങ്കിൽ കുറച്ചുകൂടി ഈ ഔട്ട്സൈഡ് കണ്ടാമിനൻസ് എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളിങ്ങനെയാണ് പോകുന്നത്. വി ഹാവ് ടു ഫോളോ ദ ട്രെൻഡ്. നമുക്കതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് തന്നിൽ ഒരുപാട് പെയിൻറ്റിന് കട്ടി കൂടി കഴിഞ്ഞിട്ട് ഓവർ ഡൈല്യൂഷൻ പെയിൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് പെയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ബാധിക്കും. അതായത് ഒരുപാട് ഓവർ തിന്നിങ് വന്നു കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീനെയൊക്കെ അത് ബാധിക്കും. അതൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ കറണ്ട് പ്രോസസ്സിൽ നമ്മളൊക്കെ അനുവർത്തിക്കുന്ന ഇന്ത്യൻ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് പോകുന്നതനുസരിച്ചിട്ട് ഒപ്റ്റിമം തിക്നെസ്സാണ് കൊടുക്കുന്നത്, കട്ടിയാണ് കൊടുക്കുന്നത് പെയിൻറ്റിന്. കാരണം പെയിൻറ്റിന് എത്ര വേണമെങ്കിലും കട്ടി കൂട്ടാം നമുക്ക്. കട്ടി കൂടിയ പെയിൻറ്റ് ഒരിക്കലും നല്ല പെയിൻറ്റ് എന്ന് വിലയിരുത്താൻ സാധിക്കില്ല നമുക്ക്. ആ ഒരു ഒപ്റ്റിമം എത്ര വരുന്ന കട്ടി അതുമാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഓവർ തിന്നിങ്ങിന് നമ്മൾ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ നശിച്ചു പോകും. ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിക്ക് എഫക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് കിട്ടില്ല. അതുകൊണ്ട് ഒരു ഒപ്റ്റിമത്തിലാണ് നമ്മൾ ചെയ്തപ്പോൾ മുന്നോട്ട് പോകുന്നത്.